അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം, സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കണം. സകല ഭൂവാസികളെ ദൈവത്തിന് ആർപ്പിടുവിൻ. ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? സകല ജഡവും ദൈവത്തെ സ്തുതിക്കണം. ജീവനുള്ളവ ഒക്കെയും ദൈവത്തെ സ്തുതിക്കണം. നീതിമാന്മാരും ഭക്തന്മാരായവരും ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കേണ്ടത് എന്തിനാണ്? നന്ദി കരയറ്റുകയാണ് ചെയ്യുന്നത് ദൈവസ്തുതിയിലൂടെ. ദൂതന്മാർ രാപ്പകൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഒറ്റ വാക്കിനാൽ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവം തൻ്റെ വിളിക്കപ്പെട്ട മക്കളോട് ദൈവത്തെ ആരാധിക്കാനായി ദൈവം അവിടുന്ന് വേർതിരിക്കുന്നത് കാണാൻ കഴിയും. ഉദയം മുതൽ അസ്തമയം വരെയും ദൈവത്തെ സ്തുതിക്കണം. പ്രകൃതി മുഴുവനും എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ഹൃദയത്തിൻ്റെ ഇടുപ്പ് പോലെ നമ്മൾ ദൈവത്തിന് സ്തുതി ഉയർത്തണം. സ്തുതികളിൽ വസിക്കുന്നവരാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും മതി വരികയില്ല. അതുകൊണ്ടാണ് എൻ്റെ വാ നിന്റെ സ്തുതി കൊണ്ട് ഇടപെടാതെ എൻ്റെ പ്രശംസ നിറഞ്ഞിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 71-ാം അധ്യായത്തിൻ്റെ 8-ാം വചനം പറയുന്നത്. എൻ്റെ വായി കർത്താവിനായി തുറന്നു വെക്കണം. ഞാൻ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമകനാണ്. ഞാൻ എത്രത്തോളം കാലം ദൈവത്തെ സ്തുതിക്കണം? ജീവനുള്ള കാലത്തോളം ഞാൻ ദൈവത്തെ സ്തുതിക്കണം. 1. 2, എല്ലാ കാലത്തും ഞാൻ ദൈവത്തിന് സ്തുതി കരയറ്റണം. അന്നേരം എപ്പോഴും സ്തുതിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാര് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മളാണ്. കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടുന്ന് യേശുവിനെ ദാവീദിന് പുത്രൻ ഹോശാന എന്ന് ആർപ്പോടുകൂടി സ്തുതിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരും അധികാരികളെല്ലാം ഇവരോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ യേശു പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്: ഇവരെന്നെ ആർത്തു വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ കല്ലുകൾ എന്നെ ആർത്തു വിളിക്കും. കണ്ടോ, ദൈവം ആർത്തു വിളിക്കാൻ തക്കവണ്ണം നമ്മെ ഒരുക്കിയതാണ്. നമ്മൾ വിളിക്കപ്പെട്ട നമ്മൾ ആർത്തു വിളിച്ചില്ലെങ്കിൽ തള്ളപ്പെട്ട കഠിനഹൃദയരായ മനുഷ്യർ മാനസാന്തരപ്പെട്ടിട്ട് ആർത്തു വിളിക്കും. നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ വന്ന പാപിനിയായ സ്ത്രീ ദൈവത്തെ ആർത്തു വിളിക്കാൻ ഇടവന്നെങ്കിൽ ശിമയോന്റെ ഭവനത്തിൽ യേശു ചെന്നപ്പോൾ യേശുവിൻ്റെ പാദം കഴുകി കണ്ണീരുകൊണ്ട് തുടച്ച സ്ത്രീ ദൈവത്തെ ആരാധിച്ചെങ്കിൽ ആർക്കും വേണ്ട എന്ന് തള്ളപ്പെട്ട മനുഷ്യർ ഇന്ന് ദൈവത്തെ ആർത്തു വിളിക്കും. ചുങ്കക്കാരൻ അങ്ങ് പുറകിൽ നിന്ന് അവൻ മാറത്തടിച്ചുകൊണ്ട് തൻ്റെ കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചെങ്കിൽ നമ്മൾ ദൈവത്തിൽ രാപ്പകലില്ലാതെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോഴും യേശുവേ നന്ദി, സ്തുതി, ആരാധന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഉറപ്പോടുകൂടെ ഇന്ന് കടന്നു പോകണം. പാപം ചെയ്യാതിരിക്കേണ്ടതിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ
സ്തുതിപ്പുയരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് സ്തുതിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ദൈവത്തിനായി നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിനെ സന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എപ്പോഴും സ്തുതിക്കാനുള്ള, എപ്പോഴും ആരാധിക്കാനുള്ള, എപ്പോഴും നന്ദി പറയാനുള്ള, എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്താനുള്ള സ്തുതിഗീതങ്ങളെ ഉയർത്താൻ കർത്താവ് ശക്തിയും കൃപയും തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.